മോനെ സമയം എത്രയായി മോനെ? സമയം എത്രയായി? 5:55. 5:55. നോക്കണ്ട, 5:55. അയ്യേ, എന്തൊരു കഷ്ടം അത്. പിന്നെ അടുത്ത വീട്ടിലെ സാവിത്രി അടുത്തിൻ്റെ അടുത്തൊന്ന് ഫോൺ കൊടുക്കുക. പ്രഭാരേട്ടനാണ്, ഒന്ന് കൊടുക്കുക. അങ്ങനെ വിളിച്ചാൽ കട്ട് ചെയ്യണ്ട, ഞാൻ ഇവിടെ കാത്തു. മിണ്ടല്ലേ, ഞാൻ കാത്തുക. സാവിത്രി, ഞാൻ സ്വർണം വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ. അപ്പൊ ഞങ്ങളെ റോട്ടിന്റെ മുകളില് പിന്നെ മരം വീണിട്ട് റോഡ് ബ്ലോക്കാ, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകില്ല. അതുകൊണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഉള്ള ആളെടുത്ത് ഫോണ് വാങ്ങി വിളിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടോട് ഇങ്ങോട്ട് വരാൻ പറയും, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം സ്വർണ്ണ പീടികയിലേക്ക്. ആയിക്കോട്ടെ, ഞാനിവിടെ നിക്കാം. അവിടെ വന്നോളൂ, അവർ വന്നോളും. പയ്യെ ഇവിടെ കടന്ന് എന്താ ബാലൻസ് കുറവാ, ബാലൻസ് ഒരു കാര്യം. എന്റെ ഫോണ് ഞാൻ വേറെ ഒരാളെ ഫോണിൽ നിന്ന് വിളിച്ചതാണ് പോലെ. ആയിക്കോട്ടെ, നീ നല്ല കുട്ടിയാട്ടോ മോനെ. മോന്റെ വീട് എവിടെയാണ്? എന്റെ വീട് പാലക്കാട്. പാലക്കാടാണ്? അതെ. മോളെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോവാണ്. സ്വർണ്ണം എടുക്കാനാ? അതെ അല്ലേ? 4 പെൺകുട്ടികളാ. എവിടെ? എനിക്ക്. ഓ, നിങ്ങൾക്കല്ലേ? ഞാൻ ആദ്യം തന്നെ ഇളയ പെൺകുട്ടിന്റെ കല്യാണം കഴിച്ചു കൊടുത്ത്. മൂത്ത പെൺകുട്ടിയുടെ കല്യാണം ആദ്യം കഴിച്ചു കൊടുക്കണ്ടേ? മൂത്തൊക്കെ ഒരു കുട്ടിയുണ്ട്. കുട്ടിയോ? അപ്പൊ ഇളയ മോളെ കല്യാണം കഴിച്ചെന്നുള്ള ചേട്ടൻ പറഞ്ഞു. മൂത്തൊക്കെ ഒരു കുട്ടി ഉണ്ടെന്ന്. പിന്നെ കുട്ടി ഉണ്ടായപ്പോ അതിന്റെ ഹൗസ് ഓണർ വന്ന്. ഹൗസ് ഓണറോ? ഹൗസ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയുടെ അച്ഛൻ. കുട്ടിയുടെ അച്ഛൻ, മനസ്സിലായി. ഓക്കെ, ഞാന് ചെറുതായിട്ട് നോക്കി ഇത് കേക്കി ഇതവിടെ. ഓക്കെ, ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആരെങ്കിലും ഒന്ന് കേക്കിയടോ. ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അസ്ഥികൂടത്തിന്റെ ചട്ടിട്ടുണ്ട്. ബസ് വരുന്നുണ്ട് മോനെ. ബസ് വരുന്നുണ്ട്, കണ്ടൂടെ? എന്താണല്ലേ വലിയ കണ്ണാടി വെച്ച് ബസ് വരുന്നുണ്ടോ ചോദിക്കുക. ഇതെന്താ ഷർട്ടിന്റെ മോൾ അസ്ഥികൂടത്തിന്റെ പരസ്യമൊക്കെ ഉള്ളത്? നിങ്ങൾ കാലന്റെ മോനാണ്. എന്താ എനക്ക് ഷർട്ട് വേണം? എന്നാ എടുത്ത ഊരിക്കടേ. കൊറേ നേരം എന്റെ തുടങ്ങിട്ട് വയസ്സനാന്ന് നോക്കൂല. പോട്ടെ, പ്രായമല്ലേ. പോട്ടെ. മോനൊന്നുമില്ലെങ്കിൽ നിന്നെ പോലെ 4 കുട്ടികളുടെ എനിക്ക്. ചേട്ടാ, പ്രശ്നമൊക്കെ ചേട്ടാ, പോട്ടെ. കളി വേണ്ടട്ടാ. പോട്ടെ. ആ വയസ്സ് 60-ആം വയസ്സിൽ അറിഞ്ഞു കത്തില്ലെങ്കില് 70-ആം വയസ്സിൽ എറിഞ്ഞു കൊള്ളാൻ ചൊല്ലുണ്ട്. എന്ത് വർത്തനാണോ ഈ പറയുന്നത്? എന്താ? പോട്ടെ. മാന്യന്മാരല്ലേ നിങ്ങളൊക്കെ? അവിടെ ആൾക്കാരെ നോക്കിയിരിക്കുന്നുണ്ട്. സ്വർണത്തിനൊക്കെ വലിയ വിലയാണ് മോനെ. ശരിയാ, വലിയ. എന്റെ കല്യാണത്തിന്റെ സമയത്ത് സ്വർണത്തിന് 2000 ഉറുപ്പ്യ ആയിരുന്നു. അതെയോ? പിന്നെ 3-4 കൊല്ലം കഴിഞ്ഞപ്പോ 4000 ഉറുപ്പ്യായി. 4000 ഉറുപ്പ്യപ്പോ ഞാൻ എന്ത് ചെയ്ത് ഈ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിനി. പിന്നെ ആ സ്വർണം മാറ്റി വെച്ചപ്പോ എനിക്ക് 1000 ഉറുപ്പ്യ കിട്ടി. 1000 ഉറുപ്പ്യ? പിന്നെ 2 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോ സ്വർണത്തിന് 6000 ഉറുപ്പ്യായി. അപ്പൊ ഞാൻ പിന്നെയും കൊണ്ടുവച്ചിട്ടാ. പിന്നെ കൊണ്ടുവച്ചപ്പോ എനിക്ക് 2000 ഉറുപ്പ്യ പിന്നെയും ഇങ്ങോട്ട് കിട്ടി. അപ്പൊ വാങ്ങിയതിന്റെ ഇരട്ടി കിട്ടിയല്ലോ. സ്വർണത്തിന് ഭയങ്കര വിലയല്ലേ ഇപ്പൊ? ശരിയാ. മോളെ കല്യാണ മിനിറ്റ് വെച്ചാണ് മിനിറ്റ് ചെയ്യാണ് മോനെ. മനസ്സിലാക്കണ ആള് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാത്ത പല ജാതി കള്ളന്മാരും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ തന്നെ ഞാൻ എന്താ കുടുംബക്കാരൊക്കെ കൂട്ടി സ്വർണ്ണക്കടയിലേക്ക് പോവാ. സ്വർണം വാങ്ങാൻ വേണ്ടിട്ട് പോവാ. സ്വർണം വാങ്ങാൻ വേണ്ടി പോണ സമയത്ത് പൈസ അതിന്റെ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ മോനെ, ഞാൻ ഈ പൊറ്റങ്ങാടി സതീശൻ അറിയില്ല? ഈ പൊറ്റങ്ങാടി സതീശനോ? ഞാൻ തീർച്ചയായിട്ടും. ഇപ്പൊ വരാം. ആള് വന്നു കേട്ടോ. ശരി. ഓക്കെ ചേട്ടാ, തീർച്ചയായിട്ടും കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ. ഓക്കെ, നല്ലതുപോലെ കേട്ടോ. ഓക്കെ, ശരി. നല്ലൊരു പയ്യല്ല പോയത്. ഞാനേ സ്വർണം വാങ്ങാൻ വേണ്ടി നിങ്ങളോട് എന്താ അപമര്യാദയായിട്ട് പെരുമാറേണ്ട, ക്ഷമിക്കണ്ട. ഞാൻ വേറെ ഒരുപാട് പ്രശ്നമായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് എന്താ ഒരു ദുഃഖം? ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെ മുഖത്ത് എന്തോ ഒരു ദുഃഖമുണ്ട്. എന്താണത്? എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. നിങ്ങളെ കാര്യം നോക്കി. ഞാനിത് സ്വർണം വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്റെ മോളെ ചെക്കൻ പറഞ്ഞ്, അച്ചച്ച നിങ്ങൾ സ്വർണം വാങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ ട്രൗസർ ഇട്ടോളാൻ വേണ്ടി പറഞ്ഞു എന്നോട്. ഇതാ കണ്ടതാ, വലിയ ട്രൗസർ. ഇല്ലെങ്കിൽ പൈസ ആരെങ്കിലും പോക്കറ്റ് അടിച്ചാവൂലേ? അതിനെ കൊണ്ട് ഇപ്പൊ ഈ ട്രൗസറിന്റെ പോക്കറ്റിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ആരും അടിച്ചു പോവില്ല.
പൈസ ആണല്ലേ? എന്ത് പൈസ? എന്റെ ഈശ്വര, ഞാനെടുക്ക്. ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടുള്ളൂ. തന്റെ അടുത്ത് സംസാരിച്ചിരുന്ന അവൻ കൊണ്ടുപോയിട്ടുണ്ടാവും. ഞാനെടുത്തില്ലല്ലോ. അവൻ നിന്നെ കെട്ടിപ്പിടിച്ച് എന്തോ കാട്ടിയിട്ടില്ല, അവൻ കൊണ്ടുപോയിണ്ടാവും. എടോ, ഇതിനൊക്കെ തന്നെ 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 ഞാൻ കുറ്റം പറയുള്ളൂ. തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ. എടോ, ഒരു ഉത്തരവാദിത്തം വേണ്ടോ? തന്റെ മകളുടെ കല്യാണത്തിൽ പണ്ടെടുക്കാൻ പോകുന്നല്ലേ പറഞ്ഞത്? എടോ, താൻ ഈ 1 ലക്ഷം രൂപ വെച്ച് താൻ ഇവിടെ എന്തെടുക്കായിരുന്നോ? എടോ, ഉത്തരവാദിത്തം വേണ്ടോ മനുഷ്യനാണെങ്കിൽ? മനസ്സിലായില്ലേ? സ്വന്തം മോളെ കല്യാണം കഴിപ്പിക്കണം. തനിക്ക് എന്നെ മനസ്സിലായോ? ഞാനാണ് വയനാട്ടിൽ വലിയ കൃഷി നടത്തുന്ന ആളാ. മനസ്സിലായോ? ഇഞ്ചി, ഏലം, കുരുമുളക് ഇതൊക്കെ ഒന്നായിട്ട് കച്ചവടം നടത്തുന്ന ആളാ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരിന്റെ കലക്ഷൻ 1.5 ലക്ഷത്തിന് പുറത്തുണ്ടാവും. അത് ഞാൻ ഡെയിലി കൊണ്ടുവരുന്നതാണ്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് 5 പൈസ ഇന്ന് വരെ ആരും കെട്ടിട്ടില്ല. കാരണം എന്താ? എന്റെ ഭദ്രത, ഉത്തരവാദിത്വം ഇതുവരെ ആർക്കും കക്കാനും കഴിഞ്ഞിട്ടില്ല. ഇന്നുണ്ടോ 1.5 ലക്ഷം റുപ്യ പോക്കറ്റില് ഒരുത്തരും തൊട്ടിട്ടില്ല. മനസ്സിലായില്ലേ? അതാണ് സൂക്ഷിപ്പ്. ഇതാ കാണിച്ചിരുന്നു 1.5 ലക്ഷം പോക്കറ്റില്. അയ്യോ അയ്യോ അയ്യോ, എന്റെ മുഖത്തടിച്ചേ. അയ്യോ, ഇയാളെ കയ്യിൽ ട്രൗസറിനുള്ളിൽ കുടുങ്ങിപ്പോയേ. ട്രൗസറിനുള്ളിൽ കുടുങ്ങിയാടാ. 1.5 ലക്ഷം പോക്കറ്റടിച്ചാ.